നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. എന്നാൽ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഇനി ഒരു വർഷത്തേക്ക് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യവും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാനുള്ള പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ പരീക്ഷ എഴുതുവാൻ സാധിക്കും. വസ്തുതർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള വിളവെടുപ്പിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. കലാ, സാഹിത്യം, കായികം, ഭാരതീയ ശാസ്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും ഗവൺമെന്റ് തലത്തിൽ തന്നെ ചില അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സർവർക്കും സ്വീകാര്യമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുവാനും പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവസരം വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ക്രിയാത്മകമായി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. തന്നെക്കാൾ പ്രശസ്തിയും പദവിയും ഉള്ള അവസരങ്ങൾ മക്കൾക്ക് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ആർജവം, ആത്മവിശ്വാസം, ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം യാതൊരു സംശയം കൂടാതെ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും ദുരവസ്ഥകൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനും അവസരം വന്നു ചേരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടവരും. പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ സുഹൃത്തുക്കളിൽ നിന്ന് വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ മാന്ദ്യം ഉണ്ടാകുമോ എന്ന സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റു ചില വിഭാഗങ്ങൾ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ക്ലേശകരമായിട്ടുള്ള വിഭാഗത്തിലേക്ക് മെയ് മാസം മുതൽ മാറ്റമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിക്കുവാനിടയോ വരും. അതിരുകടന്ന ആവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി അവലംബിക്കുന്നവരുടെ സഹായം തേടുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനായിട്ട് സ്വല്പം സ്വയമേവ തയ്യാറാവേണ്ടതായ സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട്. അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നത് ഗുണകരമായി തീരും. മക്കൾക്ക് ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ജന്മനാട്ടിൽ ഒരുപക്ഷെ ഗൃഹത്തിന് മാറ്റങ്ങൾ വരുത്തുവാനോ വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാനോ സാധ്യത കാണുന്നുണ്ട്. അനാരോഗ്യകരമായിട്ടുള്ള പല അവസ്ഥാവിശേഷങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുന്നത് വഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിടവരും. ഇതിന്റെ വെളിച്ചത്തിൽ പലരിൽ നിന്നും സഹായ സഹകരണങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്.
പലപ്പോഴും പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കോ ഇല്ലയോ എന്ന മനസ്സിന് സംശയാസ്പദമായിട്ടുള്ള പല വിധത്തിലുള്ള സാഹചര്യങ്ങളും ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുമെങ്കിലും എല്ലാം മംഗളകരമാക്കി തീർക്കുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ വന്നു ചേരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്. എന്നാൽ മിക്ക ദിവസങ്ങളിലും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ വളരെ വൈകിട്ട് മാത്രമേ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. അഥവാ 8 മണിക്കൂറിന് പകരം 9 മണിക്കൂർ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഏപ്രിൽ മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് വന്ന് ചേരുവാനിടയുണ്ട്. മകര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ പരീക്ഷയിൽ കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് വഴി വിജയശതമാനം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 3-4 മാസമായിട്ട് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും പണം മുതൽ മുടക്കി വിജയിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ജൂൺ മാസം മുതലേ അതിൽ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ. എന്നിരുന്നാൽ പോലും ദീർഘവീക്ഷണത്തോടുകൂടി ഈ ഒരു പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകളും അധികാര പരിധിയൊക്കെ വർദ്ധിച്ചതിന്റെ വെളിച്ചത്തിൽ സ്വല്പം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അധികാര പരിധിയോടുകൂടിയതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും ഈ മെയ് മാസം മുതൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത്രയും കാലം പ്രവർത്തിച്ചതിന്റെ നേട്ടം വിലയിരുത്തിക്കൊണ്ട് മറ്റൊരു ഉന്നത സ്ഥാപനത്തിൽ, ഒരു ബഹുരാഷ്ട്ര സ്ഥാപനത്തിൽ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ വിദേശ യാത്രകൾ വേണ്ടിവരും. കുറെ മേലധികാരികളുടെ മേലധികാരി സ്ഥാനത്തോടു കൂടിയതായിട്ടുള്ള ഒരു പദവിയായിരിക്കാം. ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന ഉപരിപഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് പലർക്കും മെയ് മാസത്തോടുകൂടി പരീക്ഷയൊക്കെ തീരും. സ്വല്പം ആശങ്ക ഉണ്ട്, ജോലി ലഭിക്കുമോ എന്ന ആശങ്കയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും മെയ് ജൂണോടുകൂടി ജോലി ലഭിക്കും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ വിദേശത്ത് തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം താമസിക്കുവാനായിട്ട്, അതായത് 6 മാസത്തോളം താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാൻ അവസരം ഉണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുകയും ഇനി മുതൽ ഹ്രസ്വകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള ആധുനിക സംവിധാനത്തോടു കൂടിയതായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടാകും. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ മംഗളകരമാക്കി തീർക്കുവാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള ആധി ഒഴിവാക്കുവാനായിട്ട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വേണ്ടപ്പെട്ടവന് നൽകുവാനിടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും വന്നു ചേരുവാനും ഒരുപക്ഷെ കഴിഞ്ഞ 7-8 മാസമായിട്ട് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് കഠിന പ്രയത്നം ചെയ്യുന്നതിന്റെ ഈ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസകാലങ്ങളിലായിരിക്കും ഇപ്പൊ തന്നെ അവസരങ്ങൾ വന്നു ചേരുവാനിടയുള്ളത്. എന്തായാലും ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. സൗഹൃദ ബന്ധം നിലനിർത്തുവാനായിട്ട് ബന്ധുമിത്രാദികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും. പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിലും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും പ്രായോഗികമായിട്ടുള്ള ചിന്തിച്ചുകൊണ്ടും ഏതൊരു കാര്യത്തെയും സമീപിക്കുന്നത് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരും. വാഹനം മാറ്റുവാങ്ങുവാൻ സാധ്യതയുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകുമോ എന്ന ധാരണയോടുകൂടി തന്നെ ഇനി മുതൽ ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പാഠ്യപദ്ധതി, അതായത് ജോലിക്ക് ഏറ്റവും നല്ല പദവിക്ക് അനുസൃതമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം ഉണ്ടാകും. സാഹചര്യങ്ങൾക്കനുസരിച്ചും നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ടും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം വന്നു ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ അവസരം വന്നു ചേരും. ആർഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അന്യന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു അവസ്ഥ മാറി സ്വതന്ത്രമായിട്ട് ചെയ്തു വരുന്ന ജോലികളൊക്കെ തന്നെയാണ്
ഉടമസ്ഥരുടെയും അല്ലെങ്കിൽ മേലധികാരികളുടെയും അനുമതിയോടുകൂടി തന്നെ സ്വതന്ത്രമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് ഒരുപക്ഷെ വ്യാപാരം എന്നുള്ള നിലയിലാവുകയില്ല, ഒരു സർവീസ് ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരം വന്നു ചേരും. ഒരു കൺസൾട്ടന്റ് ആയിട്ട് പ്രയത്നിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ അഥവാ വിജ്ഞാനികൾ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി സ്വയമേവ ധ്രുവീകരണത്തിന് പോലും തയ്യാറാകുവാൻ ഇടയുണ്ട്. സുഹൃത്തുക്കളുടെ അബദ്ധമുള്ള ആശയങ്ങൾക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാനും അവരെ ഗുണദോഷിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. ഏപ്രിൽ മാസത്തിൽ അത് പൂർത്തീകരിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുക എന്ന ധർമ്മം നിവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സകല കാര്യ പ്രതിബന്ധങ്ങളും ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈശ്വര പ്രാർത്ഥനകളാലും കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ വെളിച്ചത്തില് ഈ ഒരു മാസം കൂടി അങ്ങനെ ഉണ്ടാവും എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കുവാനും പ്രതീക്ഷിച്ചതിലുപരി എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. സാമൂഹ്യ സേവനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ അവസരം വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കുവാനോ ഗൃഹസമുച്ചയത്തിലെ അതായത് ഫ്ലാറ്റുകളിലെ ഒരു ഫ്ലാറ്റ് വാസ്തുശാസ്ത്രപ്രകാരം ഉള്ളത് വാങ്ങിക്കുവാനോ അന്വേഷണം ആരംഭിക്കുവാനും ഏറെക്കുറെ തൃപ്തിയായത് കണ്ടെത്തുവാനും ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അവസരം വന്നു ചേരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടവരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അച്ഛന് അസുഖങ്ങൾ ഉണ്ടാകുന്നത് വഴി 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. അസുലഭ നിമിഷങ്ങൾ അനിർവചനീയമാക്കുവാൻ അവസരമുണ്ടാകുമെങ്കിലും മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. ഈ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് ആശ്വാസമേകുന്ന പല വിധത്തിലുള്ള ഘടകങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുന്നത് വഴി സ്വല്പം ഈ ഒരു മാസം ബുദ്ധിമുട്ടിയാൽ പോലും എല്ലാ പ്രകാരത്തിലും സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ മകർ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.